തിരുവനന്തപുരം പൊഴിയൂരിൽ 15 വയസ്സുകാരനെ കാണാതായിട്ട് ഒരാഴ്ച പിന്നിടുന്നു. സ്കൂളിൽ നിന്ന് മർദ്ദനമേറ്റതിന് പിന്നാലെയാണ് ആദർശിനെ കാണാതായത്. കേസ് അന്വേഷണത്തിന് അഡീഷണൽ എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സ്കൂൾ യൂണിഫോമിൽ കൂട്ടി സഞ്ചരിക്കുന്ന CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കാണാതായ ദിവസം ഉച്ചയ്ക്ക് 2:52 ആദർശ് സഞ്ജു കുളത്തൂർ ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് ഉച്ചക്കട ഭാഗത്തേക്ക് നടന്നു നീങ്ങുന്ന CCTV ദൃശ്യങ്ങളാണിത്. സ്കൂൾ യൂണിഫോമായ കറുത്ത പാന്റും നീല ഷർട്ടുമാണ് കുട്ടി ധരിച്ചിരിക്കുന്നത്. കുളത്തൂർ ടെക്നിക്കൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദർശ് സഞ്ജു. ഈ മാസം 20-ന് ഉച്ചയ്ക്ക് സ്കൂളിന്റെ പുറത്തുവെച്ച് സുഹൃത്തുക്കളുമായി തർക്കമുണ്ടാകുകയും ആദർശിന് മർദ്ദനമേൽക്കുകയും ചെയ്തിരുന്നു. ആദർശിന്റെ ഫോൺ ഉൾപ്പെടെ കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ തല്ലിപ്പൊട്ടിച്ചു. ശേഷം സ്കൂളിൽ നിന്നിറങ്ങിയ ആദർശിനെ പിന്നീട് മറ്റാരും കണ്ടിട്ടില്ല. ബസ്സിലെ കണ്ടക്ടറാണ് പറഞ്ഞത്, അവൻ്റെ സ്ഥിരമായിട്ടുള്ള വണ്ടി കണ്ടക്ടറൊക്കെ അവനെ അറിയാം. അങ്ങനെ കണ്ടക്ടറാണ് നമ്മളെ കോൺടാക്ട് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ കാണാത്തതുകൊണ്ട് മറ്റുള്ള കുട്ടികളെടുത്ത് ഇവൻ ചോദിക്കുകയായിരുന്നു കണ്ടക്ടർ. അവൻ എവിടെയെന്നുള്ള ഇതിൻ്റെ ഇത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ അവൻ്റെ ഫോണൊക്കെ അടിച്ചു പൊട്ടിച്ചു, ഇന്നലെ വിഷയങ്ങളായി എന്നുള്ളത്. അതുകൊണ്ട് ഇതൊന്ന് സാറിൻ്റെ അടുത്തൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതുവരെയായിട്ടും വണ്ടി കയറിയിട്ടില്ല, ഇത് എങ്ങോട്ട് നടന്നു പോയെന്നാണ് ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞത്. അങ്ങനെ സ്കൂളിൽ വിളിച്ചപ്പോഴേക്കും സ്കൂളുകാർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അവൻ ഒരു കുഴപ്പമില്ല, ഇവിടെ പരീക്ഷയൊക്കെ എഴുതി 3 വരെ ഇവിടെ ഉണ്ട്. അവർ പറഞ്ഞ് അങ്ങനെ ഒരു വിഷയം നടന്നില്ല എന്ന് പറഞ്ഞു. കേസ് പ്രത്യേക അന്വേഷണ സംഘം ഇനി അന്വേഷിക്കും. അന്വേഷണത്തിന്റെ മേൽനോട്ടം അഡീഷണൽ SP സുൽഫിക്കറിനാണ്. പൊഴിയൂർ ഉച്ചക്കട മുതൽ മാർത്താണ്ഡം വരെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു കഴിഞ്ഞു. കുട്ടി മാർത്താണ്ഡത്ത് നിന്ന് കുളച്ചൽ ഭാഗത്ത് സഞ്ചരിച്ചുവെന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിച്ചത്. ആദർശ് ഉൾപ്പെടുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പണത്തിനുവേണ്ടി ഗ്രൂപ്പിലുള്ളവരെ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. കൊല്ലം ഓയൂരിൽ കുട്ടിയെ കണ്ടെത്തിയത് മണിക്കൂറുകൾ കൊണ്ട്. പ്രതികളെ പിടിച്ചത് അന്വേഷണ സംഘത്തിന്റെ നേട്ടം തന്നെ. പക്ഷേ തിരുവനന്തപുരം പൊഴിയൂരിൽ 15 വയസ്സുകാരനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരാഴ്ച പിന്നിടുകയാണ്. കുട്ടി എവിടെ എന്ന ചോദ്യത്തിന് പോലീസിന് ഇനിയും ഉത്തരവില്ല. വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.